നമസ്കാരമുണ്ട്. ഇന്ന് മറ്റൊരു കഥയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇത് പറയുന്നതിന് മുമ്പ് തമാശകൾ പറയാനുണ്ട്. നമ്മൾ സുരേഷ് ഗോപി സാറിനെ പല പല വേഷങ്ങളിൽ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നായകനായിട്ട്, വില്ലനായിട്ട്, പോലീസുകാരനായിട്ട്, പട്ടാളക്കാരനായിട്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും മൂപ്പരൊരു നാട്ടും പുറത്തെ കള്ളനായിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും ചാൻസ് പറ. എന്നാൽ മൂപ്പർ അങ്ങനെ ഒരു പടതല വെച്ചിട്ട് നാട്ടും പുറത്തെ ഒരു ചോട്ടാക്കള്ളൻ, അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ചെറിയ കള്ളൻ. അതെ, ഇന്ന് ആ കഥയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. 1987 പുറത്തിറങ്ങിയ PC 369 സിനിമ. P ചന്ദ്രകുമാറാണ് ഇതിന് സംവിധാനം. അപ്പോൾ കഥയിലേക്ക് പോവാം. ഒരു പോലീസുകാരൻ, അയാൾക്ക് തൻ്റെ പോലീസ് ജീവിതം താല്പര്യമില്ലാതായിരിക്കുന്ന നേരം, ആ നേരത്താണ് അയാൾക്കൊരു ട്രാൻസ്ഫർ ഓർഡർ കിട്ടുന്നത്. ഒരു തനി ചെറിയ ഗ്രാമം, കുഗ്രാമം, അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക്. അതോടെ അയാൾ തൻ്റെ പോലീസ് വേഷം എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പോലീസ് യൂണിഫോമും ട്രാൻസ്ഫർ ഓർഡറും അടങ്ങിയ പെട്ടി പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇതൊരു കായലിൻ്റെ അവിടെയാണ് എത്തുന്നത്. അവിടെ മറ്റൊരു യുവാവ്, അദ്ദേഹവും ഇതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ ആ മൂപ്പർക്കൊരു ഏട്ടുണ്ട്. പക്ഷേ ഏട്ടൻ്റെ കള്ളനാണ്. അപ്പോൾ കള്ളനനെയും ചീത്ത വിളി കേട്ടും മാനം കേട്ടും ആത്മഹത്യ ശ്രമിക്കുകയാണ്. ആ നേരത്താണ് ഈ വസ്ത്രമടങ്ങിയ പെട്ടി മൂപ്പർ കിട്ടുന്നത്. മൂപ്പർ പുറന്ന് നോക്കുമ്പോൾ PC 369 എന്ന് പറഞ്ഞ അഡ്രസ്സും ബാക്കി കാര്യങ്ങളും ഇതൊക്കെ കിട്ടുകയാണ്. അതോടെ ആൾ ഈ പെട്ടിയെടുത്ത് ഈ നാട്ടിലേക്ക് വെച്ചെത്തിക്കുകയാണ്. അവിടെ എത്തി ഇയാൾ ഒന്ന് കുളിച്ചുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന നേരത്താണ് നമ്മുടെ കള്ളൻ ആ വഴിക്ക് മോഷ്ടിച്ചുകൊണ്ട് വരുന്നത്. നാട്ടുകാരെല്ലാം ഓടുന്നു. പക്ഷേ കള്ളൻ അബദ്ധത്തിൽ ഈ പോലീസുകാരുടെ മുമ്പിൽ ഒന്ന് പെടുകയാണ്. അതോടെ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് ഈ കള്ളനെ പോലീസുകാരൻ്റെ ഏൽപ്പിക്കുന്നു. പോലീസുകാരനാണെങ്കിലും പോലീസിൻ്റെ രീതികൾ അറിയാത്തതുകൊണ്ടും അല്ല അങ്ങനെ വേണം ഇങ്ങോട്ടെന്ന് വെച്ചാലും അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ പോലീസുകാർ സംസാരിച്ച് നോക്കും, ട്രാൻസ്ഫർ ഓർഡർ, അപ്പോൾ ഈ പഠിക്കുന്ന പോസ്റ്റിങ്. ശരി, അപ്പോൾ അങ്ങനെ കള്ളനെ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. പിന്നെ അവിടെ ഉണ്ടാവുന്ന നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ പടം പറയുന്നത്. ഈ പടത്തിൽ 3 പേരാണ് നായകർ: സുരേഷ് ഗോപി, മുകേഷ്, മണിയമ്പള്ളി രാജു. നായികമാർ സരിത, രോഹിണി. പിന്നെ വിജയരാഘവൻ, TJ രവി, ഒടിയിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു കോമഡി ചലച്ചിത്രമാണ്. അപ്പോൾ കണ്ടു നോക്കുക. ബൈ.